ബി.ജെ.പി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എഴുതി മേടിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത നിലവിൽ കാണുന്നില്ല. ഒരുപക്ഷെ ഈ പ്രക്ഷോഭം ഇനിയും കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ ബി.ജെ.പിക്ക് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം അതുമാത്രമാണ് താനും. പക്ഷേ ഈ CJP ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടാണ് പ്രധാനപ്പെട്ട വിഷയം. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതേ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. പിന്നീട് പുനഃപരീക്ഷ നടക്കുകയും ചെയ്തു. നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരാനിരിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നു തോന്നുന്നുണ്ടല്ലേ? വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതോടുകൂടി പിന്നെ ഇവർ എന്താവശ്യമാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്? സാജു സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം രൂപപ്പെടാനുള്ള ഒരു കാരണമുണ്ടല്ലോ. സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാർട്ടികളിൽ നിന്ന് ആക്ഷേപിക്കപ്പെട്ടതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ രൂപപ്പെട്ടതാണല്ലോ ഈ ഒരു സംവിധാനം. അത് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങുന്നു, വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു, നിരവധി ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. ആ ഒരു സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. ആ ആവശ്യം നടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുന്നു, പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്, പിന്നെ ഏത് വിഷയമാണ് അവരെടുക്കാൻ പോകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഒരു കാര്യത്തിൽ നമ്മൾക്ക് സന്തോഷിക്കാനുള്ളത്, കേന്ദ്ര സർക്കാരിനെതിരെ ഇതുപോലെ ഉണ്ടാകുന്ന ഓരോ ശബ്ദങ്ങളെയും പിന്തുണയ്ക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തരം പ്രക്ഷോഭങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട അല്ലെങ്കിൽ തുടങ്ങേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് ഈ വിഷയത്തിലൊക്കെ ആദ്യം മുന്നോട്ടിറങ്ങുകയും ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസ് ആദ്യം മുന്നോട്ടിറങ്ങിയെങ്കിൽ തന്നെയും വലിയ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിക്കാനോ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. തുടർച്ചയുണ്ടായില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധി ഒരു നിശ്ചിത സ്ഥലത്ത് കൊണ്ടുപോയി ഒരു പ്രത്യേക പരിപാടി നടത്തുന്നു, അത് സോഷ്യൽ മീഡിയയിൽ നന്നായി വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിനേക്കാൾ ഉപരി രാജ്യത്തൊട്ടാകെയുള്ള ഒരു പ്രക്ഷോഭം ആളിക്കത്തിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആ ഇടവേളയിലാണ് CJP എന്ന് പറയുന്ന പാർട്ടി പെട്ടെന്ന് പൊന്തി വരികയും അങ്ങനെ ആളുകൾ സ്വമേധയാ ഡൽഹിയിലേക്ക് ഒഴുകുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ഒരു രോഷം ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ആ രോഷത്തെ കാണുകയും അതിനെ കേന്ദ്രത്തിനെതിരായുള്ള നീക്കമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനൊരു നീക്കം അവരുടെ ഭാഗത്ത് ഉണ്ടാകാത്തത് കൊണ്ടാണ് CJP എന്ന് പറയുന്ന ഒരു പാർട്ടി രംഗത്ത് വന്നത്. അവർക്ക് സ്വാഭാവികമായും ഈ പറയുന്ന പഴയ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തതിൻ്റെ ഭാഗമായി, അവർക്ക് വലിയ ബൗദ്ധിക നിലവാരമുള്ള നേതാക്കളില്ലാത്തതിൻ്റെയൊക്കെ ഭാഗമായി അവർക്ക് ഒരുപക്ഷെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഡയറക്ഷനും അവരുടെ മുന്നിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നയിക്കാൻ ആര് എന്നുള്ള ചോദ്യം, അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് അവർക്ക് ഇത്തരത്തിൽ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രോഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് വിഷയങ്ങളിലും ഈ രോഷം അതുപോലെ ആളിക്കത്തിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ ആ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ആ ഒരു മൂവിനെ എല്ലാവരും വലിയ രീതിയിൽ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ പിന്തുണയ്ക്കുന്നവർ ആഗ്രഹിക്കുന്നത് അതായിരുന്നു. അദ്ദേഹം വിവിധ വിഷയങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ, BJPക്കെതിരെ, കേന്ദ്രത്തിനെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ മൊബിലൈസ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പരാതി. ആ പരാതിക്കാണ് ഇന്നലെ ഒരു അറുതി വരുന്നത്. ഇനി അദ്ദേഹം ചെയ്യേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയ്യേണ്ടത്, ഈ ഒരു പ്രക്ഷോഭം, ഈ രീതിയിലുള്ള പ്രക്ഷോഭം, ഇതേപോലെ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭം ഇനിയും തുടർന്നു കൊണ്ടുപോകുക എന്നുള്ളത്. എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഇപ്പോൾ പാർലമെൻറ്റിൽ വളരെ കൃത്യമായി അത് പ്രകടിപ്പിക്കാൻ ഇന്ത്യ മുന്നണിയുടെ എല്ലാ കക്ഷികൾക്കും സാധിക്കുന്നുണ്ട്. അതിനിടയിലുള്ള ചില വിള്ളലുകൾ പോലും ഇപ്പോൾ മറന്നുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഏതായാലും ഈ ഒരു പ്രക്ഷോഭം, CJP കൊണ്ടുവന്ന ഈ പ്രക്ഷോഭം കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് വളരെ നല്ലതാണ്. CPM അതിൻ്റെ കൂടെ നേരത്തെ തന്നെയുണ്ട്. മറ്റു പാർട്ടികളും അതിനോടൊപ്പം, അഖിലേഷ് യാദവ് ഒക്കെ ഇന്ന് വളരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. മമതാ ബാനർജിയും വരുന്ന ദിവസങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്രത്തിന് വഴങ്ങേണ്ടി വരും. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അവർക്ക് വിധേയരാകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.